This news is brought to you by Sri Shankaracharya Computer Center, Merchant Square, near bus stand, Cherubura. ദീർഘനാളത്തെ ശാന്തതയ്ക്ക് ശേഷം ചെറുപുഴയിൽ വീണ്ടും രാഷ്ട്രീയ സംഘർഷം. ഇന്നലെ രാത്രി കാക്കേഞ്ചാലിൽ KSU DYFI പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പേർക്ക് പരിക്കേറ്റു. KSU ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കരേള, DYFI പ്രവർത്തകൻ മിഥിലാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെക്കുറിച്ച് ഇരുവിഭാഗവും പരസ്പര വിരുദ്ധമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഭക്ഷണം കഴിക്കാനെത്തിയ പ്രണവിനെയും സംഘത്തെയും മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ DYFI പ്രവർത്തകർ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നാണ് KSUവിന്റെ ആരോപണം. പൊതുസ്ഥലത്തിരുന്ന് മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തതിനാലാണ് മിഥിലാജിനെ KSU പ്രവർത്തകർ യാതൊരു കാരണവുമില്ലാതെ മർദ്ദിച്ചതെന്ന് DYFI പ്രവർത്തകർ. സംഭവത്തിൽ ചെറുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദീർഘനാളായി സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ചെറുപുഴയിൽ പെട്ടെന്നുണ്ടായ ഈ സംഘർഷം നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. പോലീസ് അടിയന്തരമായി ഇടപെട്ട് മേഖലയിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇരുവിഭാഗങ്ങളുടെയും പ്രതികരണങ്ങൾ കേൾക്കാം. ഞാനിവിടെ കാരക്കാടാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ താമസ സ്ഥലത്തേക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാക്കേഞ്ചാലിൽ ഒരു കടയിലെത്തിയാണ്. അപ്പോഴാണ് കടയുടെ സൈഡിൽ നിന്ന് കുറച്ച് ആൾക്കാർ സംസാരിക്കുന്ന ശബ്ദം കേട്ടത്. അതെന്താന്ന് നോക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴാണ് അവിടുന്ന് 3-4 പേര് ഈ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് പ്രണവും സുഹൃത്തുക്കളും അവിടുന്ന് മദ്യപിക്കുന്ന കണ്ടത്. അപ്പോൾ അതൊരു പൊതുവഴിയാണ്. അത് ആൾക്കാരൊക്കെ അതുവഴി സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ്. രാത്രി സമയത്തും പെൺകുട്ടികളൊക്കെ അതിൻ്റെ അവിടെ ഒരു ഹോസ്റ്റൽ എന്തുകൊണ്ട് അങ്ങോട്ട് ആൾക്കാരൊക്കെ പോകുന്ന വഴിയാണ്. അപ്പോൾ അത് ഇവിടെ നിന്നാണോ മദ്യപിക്കുന്നതെന്ന് ഞാനത് ചോദ്യം ചെയ്തു. അപ്പോൾ അവിടുന്ന് നിലത്ത് കിടന്ന് ഒരു വടിയെടുത്തിട്ട് പ്രണവ് എന്നെ ആക്രമിക്കുകയുണ്ടായത്. കൈയുടെ എല്ലിന് പൊട്ടൽ പറ്റിയിട്ടുണ്ട്. എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. 2 സുഹൃത്തുക്കളും കാക്കഞ്ചാല് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ ഇവർ ഏകദേശം 3 ആൾ ഈ മാസം 4-ാം തീയതി ചെറുപുഴ ടൗണിൽ വെച്ചിട്ട് ഇലക്ഷൻ്റെ വിജയത്തോടനുബന്ധിച്ച് ഞങ്ങൾ നടത്തിയ പ്രകടനത്തിലേക്ക് വിഷയം ഉണ്ടാക്കണം എന്ന രീതിയിൽ സ്കൂട്ടിയായിട്ട് ഇടിച്ച് ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു. ഒരു വാക്കുകൾക്കും സംഘടന ഉണ്ടായിരുന്നു. അതിൻ്റെ വൈരാഗ്യത്തിൽ ഞാനെത്തുമ്പോൾ ഇവരെല്ലാം നിന്നെ കൊല്ലുകട പറഞ്ഞുകൊണ്ട് പിന്നെ ഇരുമ്പിൻ്റെ റാഡുകളും മറ്റ് മാരകായുധങ്ങളുമായി ആക്രമിക്കുമായിരുന്നു. കൃത്യമായിട്ട് ഇവരെന്തോ ഒരു നിരോധിത ലഹരി കാര്യങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലൊരു മെൻ്റലി വയലൻ്റ് ആവുന്ന രീതിയിലായിരുന്നു ഇവരൊരു പെരുമാറ്റവും കാര്യങ്ങളും. അവർ ഒരു 3 ആൾ, ഒരു മിഥിലാജ്, ഒരു അനന്തു ഹരിദാസ്, ഒരു അഭിനവ് പടിക്കടവ്, അങ്ങനെ ഒരു 3 ആളാണ് ഉണ്ടായത്. കൃത്യമായി എന്തൊരു നിരോധിത ലഹരി തന്നെ ആയിരിക്കണം. വളരെ മെൻ്റലായിട്ട് വയലൻ്റ് ആവുന്നൊരു പ്രവണതയായിരുന്നു അവരവിടെ കാണിച്ചത്. എന്നെ കൊല്ലുമടാ, നിന്നെ ഇനി ഇവിടെ ജീവിക്കാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ ആക്രമിച്ചില്ല, കൃത്യമായി എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തെന്നുള്ളത് ആക്രമണമായിരുന്നു. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ. പൈപ്സ് ആൻഡ് SAP, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് ആൻഡ് ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് ആൻഡ് VFX, മോഷൻ ഗ്രാഫിക്സ്, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ, പൈത്തൺ പ്രോഗ്രാമിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ്. എല്ലാ കോഴ്സുകളിലും AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.